ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റേത് ദേവന്മാർക്കും ഇല്ലാത്ത വെറ്റിലമാല വഴിപാട് ഹനുമാൻ സ്വാമിക്ക് മാത്രം ചെയ്യുന്നത് എന്നറിയാമോ? സീതാദേവിയെ തേടി നടന്ന ഹനുമാൻ സ്വാമി ഒടുവിൽ ദേവിയെ കണ്ടെത്തി. ശ്രീരാമ ഭഗവാൻ ദൂതയച്ചതാണ് തന്നെ എന്നും അതിന് സാക്ഷിയായി ഭഗവാന്റെ കയ്യിലുള്ള ഈ മോതിരം തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ദേവിയെ ഹനുമാൻ സ്വാമി ആ മോതിരം കാണിച്ചു. അത് കണ്ട ഉടനെ തന്നെ ദേവിക്ക് മനസ്സിലായി അത് ശ്രീരാമ ഭഗവാന്റേതാണെന്ന്. ഇത് കണ്ട ദേവിക്ക് ആശ്വാസവും സന്തോഷവും ഒരുമിച്ച് തോന്നി. തന്റെ മുൻപിൽ കൈകൾ കൂപ്പി തല കുനിച്ചു നിൽക്കുന്ന ഹനുമാനെ അക്ഷത തൂകി അനുഗ്രഹിക്കണമെന്ന് ദേവി ആഗ്രഹിച്ചു. പക്ഷെ അവിടെ നിന്നും എവിടെയാണ് അക്ഷത ലഭിക്കുക? അതിനാൽ തന്നെ ദേവിയുടെ തൊട്ടടുത്തുള്ള വെറ്റിലക്കൊടികളിൽ നിന്നും തളിർ വെറ്റിലകൾ പറിച്ചെടുത്ത് ഒരു മാലയായി ഹനുമാൻ സ്വാമിയെ അണിയിച്ച് അനുഗ്രഹിച്ചു വന്നു ദേവി. അന്നു മുതലാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല പ്രധാനമായത്. ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ വെറ്റിലമാല